നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇവരെ സെറ്റിന് പറ്റിയത്. അത് വീഡിയോ പോഡ്കാസ്റ്റിൽ വീഡിയോ പോഡ്കാസ്റ്റിൽ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇവരെ സെറ്റൊക്കെ ആകെ മാറിയല്ലോ, മൊത്തം എൻഹാൻസ് ആയല്ലോ എന്നൊക്കെ. സോ ഞങ്ങൾ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞങ്ങളൊരു 4 എപ്പിസോഡ് മുന്നേ പറഞ്ഞിരുന്നു ഞാനും ജയാനും വേർപിരിയാണ്. ജയാന് ഞാൻ ആ പാട്ട് വീണ്ടും പാടണം പിരിയുന്നു. ബൈ ദ വേ ജയാൻ അന്ന് ചെറിയ മൂളക്കം പോലെ ഒരു പാട്ട് പാടിയപ്പോ കുറെ ആൾക്കാർ കോംപ്ലിമെന്റ് ഒക്കെ ചെയ്ത് ജയാൻ അടിപൊളിയായി പാടുന്നുണ്ട് എന്നൊക്കെ. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. എനിക്ക് തോന്നുന്നില്ല, കാരണം സാഹിൽ അത്രയും നന്നായി പാടിയിട്ട് നമ്മള് സ്കൂളിൽ കളിയാക്കിയതാ, എന്നിട്ട് ഇതിനൊക്കെ കോംപ്ലിമെന്റ്. ഫാൻസ് ഉണ്ടായാലും അങ്ങനെയാണ്, എന്തും അപ്പം ഞങ്ങള് ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ജയാന് വേർതിരിഞ്ഞു പോയി. ഞങ്ങളിപ്പോ ഞാൻ കിച്ചണർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ അവിടുന്ന് 1.5-2 മണിക്കൂർ മാറി ടൊറോണ്ടോ എന്നുള്ള ഒരു നഗരത്താണ് ജയാനും ജയാന്റെ ബ്രദറും മൂവ് ഔട്ട് ചെയ്തത്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മയത്. നീ ഇൻട്രോ ചെയ്യാൻ സമ്മതിക്കുമോ? ഇതും കൂടി ഒന്ന് കഴിയട്ടെ. അതായത് നമ്മള് ഏതൊരു റീലില് മറ്റേ ടൊറോണ്ടോ പറഞ്ഞപ്പോ കമന്റിൽ വന്നിട്ട് ഒരാള് അത് ടൊറോണ്ടോ എന്നല്ല, ആക്ച്വലി ഇറ്റ്സ് പ്രൊനൗൺസ് ട്രോണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് പഠിപ്പിക്കാതെ. അല്ല, ഞാന് ഇപ്പൊ ട്രോണോന്നേ പറയാറുള്ളൂ, ബിക്കോസ് ഐ ആം എ ലോക്കൽ. ഞാനിപ്പോ ഇവിടുത്തെ ലോക്കലായി. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, ഞങ്ങളെ ഫസ്റ്റ് എപ്പിസോഡാണ് ജയാന്റെ പുതിയ അപ്പാർട്ട്മെന്റിന്ന്. സോ അതാണ് ഈ ഒരു എൻഹാൻസ്മെന്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ 28 ദിവസത്തിന് ശേഷമാണ് ഞാനും സെമീറും കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 28 long days. അതെ, ഞാൻ പല പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റാത്ത പല സ്റ്റോറീസ് ഞാൻ ഓൾറെഡി സെമീറിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഈ പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റുന്ന സ്റ്റോറീസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് എന്തൊക്കെയാണ് ജയന പുതിയ ടൊറോണ്ടോയിലെ വിഷയങ്ങൾ? അല്ല, എല്ലാം രണ്ട് സെയിമാ, വിഷയങ്ങളും വിശേഷങ്ങളും. ടൊറോണ്ടോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ടൊറോണ്ടോയിലേക്ക് മൂവ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഞാൻ ടൊറോണ്ടോയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതെ, ഐ എം വെരി പ്രൗഡ് ഓഫ് ഹിം. ഇവനും എന്റെ ബ്രദറൊക്കെ കൂടിയിട്ട് ഒരു ബിസിനസ്, ഒരു സമ്പ്രദായം സ്വരൂപിച്ചു. നീ എന്താ ഉമ്മനെ ഇംപ്രസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ബിസിനസ് എന്ന് വെച്ചാല് ഒരു ഫുഡ് ഷാക്കാണ്. അതെ, ഞാൻ ഫുഡ് ട്രക്ക് ഒക്കെ പോലത്തെ ഫുഡ് ട്രക്കിന് പകരം ഫുഡ് ഷാക്കാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ടൊറോണ്ടോയിലേക്ക് മൂവ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്റെ പോഡ്കാസ്റ്റ് കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായി ചെയ്ത ജോബ് എന്ന് പറഞ്ഞാല് ഒരു ഹോട്ട് ഡോഗ് സ്റ്റാൻഡില് ഒരു ഹോട്ട് ഡോഗ്സ് വിൽക്കലായിരുന്നു. ഒരു ഫുഡ് ട്രക്കില് ഹോട്ട് ഡോഗ്സ് വിൽക്കലായിരുന്നു എന്റെ പണി. അങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് many years, 4 years later, 4.5 years later, അതെ, ഐ ഓൺ മൈ ഓൺ ഫുഡ് ഷാക്ക് എന്ന് പറയുമ്പോൾ ഇതിലും നല്ലൊരു കഥ സിനിമ എഴുതും. ഇതിലും നല്ല കഥ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്.